അസ്സലാമു അലൈക്കും. നാദാപുരം അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നൗഷാദ് ബാക്കവി വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു സംസാരം, ഒരു ഉസ്താദിന്റെ സംസാരം കേൾക്കാനിടയായി. നൗഷാദ് ബാക്കവി ആദ്യമായി ആ ഉസ്താദ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നൗഷാദ് ബാക്കവിയെ ആരും വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല. വേറൊരു സംഗതി ഉള്ളത്, നൗഷാദ് ബാക്കവി ആ സമയത്തെടുത്ത നിലപാട് അത് ഇസ്ലാമികമായി ശരിയാണെന്ന് ഹദീസിന്റെയും ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും വെളിച്ചത്തിൽ പറയാനും കഴിയില്ല. കാരണം നമ്മൾ ആരും അങ്ങോട്ട് പോയിട്ട് ആരെയും ആക്രമിക്കാൻ ആരും പറഞ്ഞിട്ടില്ല, ആരും പറയുകയുമില്ല. അന്യായമായിട്ടൊരു ഉറുമ്പിനേക്കാളും നിസ്സാരമായ ജീവിയെ കൊന്നുകഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അതിന് കണക്ക് പറയേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ബോധ്യം എല്ലാവർക്കുമുണ്ട്. ഒരു നിരപരാധിയെ കൊല്ലുന്നവൻ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊന്നവൻക്ക് തുല്യമാണ്. ഇതൊക്കെ തിരിച്ചറിയുന്നവരാണ്. പക്ഷെ അവിടെ പറഞ്ഞൊരു വിഷയം, സ്വന്തം വീട്ടിലേക്ക് അക്രമികൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് സ്വന്തം സമ്പാദ്യവും സ്വത്തും നശിപ്പിക്കുമ്പോൾ സ്വന്തം അഭിമാനവും സ്വന്തം സ്വത്തും സംരക്ഷിക്കുന്ന ആക്രമിക്കാൻ വന്ന ശത്രുക്കളെ നേരിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾ രക്തസാക്ഷിയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് അവിടെ പറഞ്ഞത്. ഇത് ഇസ്ലാമികമായ ഹദീസിന്റെയും ഖുർആന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അല്ലാതെ ആവേശം മൂത്തിട്ട് ഏതെങ്കിലും ഒരു വൈകാരികമായ പ്രതികരണത്തിന്റെ പേരിൽ പറഞ്ഞതല്ല. ഇത് എന്തുകൊണ്ട് ഈ അവസരത്തിൽ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല? കാരണം ദാഹിച്ച് വലഞ്ഞ് ആകെ വെള്ളം കിട്ടിയാൽ, ഒരു ഇറുക്ക് വെള്ളം കിട്ടാൻ ഞാൻ മരണപ്പെട്ടു പോകും എന്ന് പറയുന്ന ഒരാൾക്ക് കോഴി ബിരിയാണി വെച്ച് വിളമ്പിയിട്ട് വല്ല കാര്യമുണ്ടോ? നാഫിയ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ? സാഹചര്യം. എന്തായിരുന്നു നാദാപുരത്തെ സാഹചര്യം? ആത്മസംയമനം പറഞ്ഞിട്ട് കിടന്നുറങ്ങേണ്ട സാഹചര്യമാണോ അവിടെ? എങ്കിൽ ഈ ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിയാക്കന്മാരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, എല്ലാ മുസ്ലിയാക്കന്മാരും വിമർശിക്കുക എന്ന് പറയരുത്. ഈ കമന്റ് വിട്ട ഈ പ്രസംഗം വിട്ട മുസ്ലിയാരോട് പറയാനുള്ളത്, എന്താണ് നീതി? അവിടെ നീതി നടപ്പായിട്ടുണ്ടോ? ഈ 400 പവനിലധികം സ്വത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ട് അത് തിരിച്ചു വാങ്ങിക്കൊടുക്കാനുള്ള വല്ല ശ്രമവും നടക്കണ്ടേ? അതാണല്ലോ വേണ്ടത്. അതുണ്ടെങ്കിൽ അവിടെ നീതി നടപ്പായി എന്ന് പറയാം. അല്ലാതെ ഒരു കലാപം നടത്തിയിട്ട് ഇത് മുഴുവൻ കൊണ്ടുപോയി ഇനി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, അങ്ങനെ ഇസ്ലാമിന് ഇവിടെ ശക്തിയില്ല. അന്ന് മക്ക കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് സംഗതികൾ ഉണ്ടായിരുന്നു. മക്ക കാലഘട്ടത്തിൽ കള്ളുകൂടി ഹറാമായിട്ടില്ല, നിസ്കാരം നിർബന്ധമായിട്ടില്ല. അതിലേക്കൊക്കെ തിരിച്ചു പോകണമെന്ന് ഉസ്താദ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന് അതിന് കിട്ടൂല. ഇസ്ലാമിക വേഷങ്ങളും ഇസ്ലാമികമായിട്ടുള്ള ചില ഇൽമുകളും കൊണ്ട് ആമാശയം വികസിപ്പിക്കൽ ആണ് നിങ്ങളുടെയൊക്കെ നിലപാടെന്നുണ്ടെങ്കിൽ അത് നടക്കും, നിങ്ങൾക്ക് അതിലേക്ക് തിരിച്ചു പോകാം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി, പിന്നെ പറഞ്ഞു, നിങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയെ ആരും ഇവിടെ വിമർശിക്കുന്നില്ല. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ ഈ സുഡാപ്പികള്, ഞങ്ങളൊക്കെ സുഡാപ്പികളും പോപ്പുലർ ഫണ്ടുകാരുമായ ഞങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ചെറിയൊരു പാർട്ടിയാണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ പിന്നിലുണ്ട് എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങളുടെ പ്രവർത്തകരെ മക്കളെയോ ഞങ്ങളെ അനുഭാവികൾ ആരും സമസ്തയുടെ മദ്രസന്ന് വെട്ടിയിട്ട് ഞങ്ങളാരും ഒരിക്കലും മറ്റൊരു മദ്രസ കൊണ്ട് ചേർത്തിയിട്ടില്ല. കാരണം ഞങ്ങളാരും സമസ്തയെ വിമർശിക്കുന്നവരാ, സമസ്തയെ അംഗീകരിക്കാത്തവരല്ല. പക്ഷെ ദയവ് ചെയ്ത് സമസ്തയെ പോലുള്ള ഒരു പണ്ഡിത സംഘടനയെ മുസ്ലിം ലീഗിന്റെ മാത്രം ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ നിങ്ങൾ ശ്രമിക്കരുത്. അങ്ങനെയായിരുന്നെങ്കിൽ സമസ്തയുടെ ഔദ്യോഗിക നിലപാട് പറയേണ്ടത് ആരായിരുന്നു? ബഹുമാന്യനായ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാന്യനായ ആലിക്കുട്ടി മുസ്ലിയാര്. അതുമൊന്നും അല്ലെങ്കിൽ പോവട്ടെ, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഒരുപാട് ആളുകൾ പിന്തിരിഞ്ഞു പോയിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലപാട് കേരളത്തിലെ പൊതുസമൂഹത്തോട് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ്, ഇവരൊക്കെ ആയിരുന്നു പറയേണ്ടത്. നൗഷാദ് ബാക്കവിക്ക് സമസ്തയുമായിട്ട് എന്താ ബന്ധം? കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് മലപ്പുറം ജില്ലയിലെ ചില കോണുകളിൽ വന്നിട്ട് വാള് പറഞ്ഞു എന്നതിലപ്പുറം ഈ നൗഷാദ് ബാക്കവിയുടെ ബാളിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. കാരണം ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ ആരെയും അങ്ങനെ എടുത്ത് വിമർശിക്കാറില്ല. പക്ഷെ പലരും പറയുന്നത് ഭയങ്കരമായ കാശുപിരിവും അതുമായി ബന്ധപ്പെട്ട സംഗതികളും വിമർശനങ്ങളാണ്. അതൊന്നും ആരോപിക്കാൻ ഞങ്ങൾ ആളുകളല്ല, പക്ഷെ പറയുക. അവർക്ക് ഈ ആലിക്കുട്ടി മുസ്ലിയാരോ ചെറുശ്ശേരി ഉസ്താദോ ഇവരൊക്കെയാണല്ലോ സമസ്തയുടെ നിലപാട് പറയേണ്ടത്. നൗഷാദ് ബാക്കവിക്ക് എന്ത് പാരമ്പര്യ സമസ്തയുമായിട്ടുള്ളത്? അത് ഈ പറഞ്ഞ ഉസ്താദ് ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. പിന്നെ പറഞ്ഞു സുഡാപ്പിക്കാർ യൂത്ത് ലീഗുകാരെ വെട്ടി, ഇതാണോ നിങ്ങളുടെ സമുദായ സ്നേഹം എന്ന്? ഈ പറഞ്ഞ യൂത്ത് ലീഗുകാര് കിടങ്ങയം കുട്ടിക്ക, KTC അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരു മുസ്ലിം സഹോദരനെ കമ്പിപ്പാര തൈലിൽ അടിച്ചു കയറ്റി കൊലപ്പെടുത്തിയത് ഏത് സമുദായ സ്നേഹത്തിന്റെ പേരിലായിരുന്നു? എളങ്കൂർ അബുഹാജി, കല്ലങ്കുഴി ഹംസ, കല്ലങ്കുഴി നൂറുദ്ദീൻ, കിടങ്ങയം അബ്ദുൽ ഖാദർ, കിടങ്ങയം കുട്ടിക്ക, ഇങ്ങനെ 7ഓളം വരുന്ന മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ പറയുന്ന ഈ മുസ്ലിം ലീഗുകാർ എന്തിന്റെ പേരിലായിരുന്നു കൊലപ്പെടുത്തിയത്?
ഇതേത് ഇസ്ലാമികരെ സംരക്ഷിക്കാനായിരുന്നു? പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ SDPIയും ഇതൊക്കെ പിരിച്ചുവിട്ടിട്ട് മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ ശക്തമായ നിലയിലാണ് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത്. നിങ്ങൾക്ക് സംശയമുണ്ടോ? 20 MLA, 5 മന്ത്രി, 2 MP-മാർ. VM സുധീരൻ KPCCയുടെ പ്രസിഡന്റ് ഇന്ന് നാദാപുരം സന്ദർശിച്ചിട്ട് മാധ്യമ അടക്കമുള്ള പത്രങ്ങളിൽ ഒരു കമന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നു, അത് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്നുള്ള നിലക്ക് ഞാൻ ഇവിടെ പറയുന്നില്ല. ആരായിരുന്നു പോലീസിനെ നിയന്ത്രിക്കേണ്ടിരുന്നത്? ഈ 5 മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും സുഖലോലുപന്മാരായിട്ട് കൊടിവെച്ച കാറിൽ പറക്കാനാണോ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ വോട്ട് വാങ്ങിയവർ മന്ത്രിമാരാകുന്നത്? ഇത്തരമൊരു അങ്ങേയറ്റത്തെ പ്രതിസന്ധി വന്ന സമയത്ത് അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ ഈ 5 മന്ത്രി 20 MLA ഉള്ള ഇത്രയും ശക്തമായ നിലയിൽ കഴിയില്ലെങ്കിൽ ദയവ് ചെയ്ത് ഇത് പിരിച്ചുവിട്ടിട്ട് കാള പൂട്ടാൻ പോകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആർക്കാണ് ഇതിന്റെ ഉപയോഗം? ഇവർക്ക് കുറച്ച് ആളുകൾക്ക് കൊടിവെച്ച കാറിൽ പോകാം, കുറച്ച് സുഖലോലുപന്മാരായി ജീവിക്കാം എന്നതിലപ്പുറം അവർ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന് ഈ വിഷയത്തിലൊക്കെ എന്താണ് ഈ മന്ത്രിമാരെ കൊണ്ട് ഗുണം കിട്ടിയത്? പിന്നെ മറുഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ആരാണ് ഇവിടെ കേരളത്തിൽ RSSകാരെ കൊണ്ടു നടക്കുന്നത്? തങ്ങൾ അനുസ്മരണ സമ്മേളനം വിളിച്ചിരുത്തിയിട്ട് BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീധരൻപിള്ളയെ സ്റ്റേജിലിരുത്തിയിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നത് ആരാ? O രാജഗോപാലിനെ നോമ്പുതുറയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് ആരാ? ഇതാണോ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ? നിങ്ങൾ വിളിക്കൂ, CK ജാനുവിനെ വിളിക്കൂ, ആദിവാസികളെ വിളിക്കൂ, ദളിത് സഹോദരനെ വിളിക്കൂ. അവനക്ക് മുസ്ലിം ലീഗിനെ കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചും ഒരു മതിപ്പ് തോന്നുമല്ലോ. എന്താ ഖുർആൻ പറഞ്ഞത്? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും. സത്യത്തിന്റെ ശത്രുക്കളോട്, ദീനിന്റെ ശത്രുക്കളോട് കഠിന ഹൃദയർ. അതിൽ ഈ RSSകാരായ ശ്രീധരൻപിള്ളയും രാജഗോപാലും പെടില്ല എന്നാണോ ഈ ഉസ്താദ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് RSSന്റെ ഗോൾവാർക്കറുടെ വിചാരധാര ഉൽപ്പാദിപ്പിക്കുന്ന ആഭ്യന്തര ശത്രുക്കൾ ആരാണ് ഇന്ത്യയിൽ? 1 മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. അത് അവസരം കിട്ടുമ്പോഴൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരിലൊന്നും സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാതെ സമുദായത്തിൽ ഉയർന്നു വരുന്ന ചില ക്രിയാത്മകമായ പ്രതികരണങ്ങളെ തീവ്രവാദമാണ്, അത് എടുത്തുചാട്ടമാണ്. നാദാപുരത്തുള്ള മുസ്ലിം സഹോദരന്മാരാരും എടുത്തുചാടാൻ പോയിട്ടല്ലോ സ്വന്തം നിന്ന് സമ്പാദ്യം കത്തിയത്. അങ്ങനെ മൗലവിക്ക് അഭിപ്രായം ഉണ്ടോ? അവരൊക്കെ എടുത്തുചാടാൻ പോയതുകൊണ്ടാണെന്ന്. സ്വന്തം വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നു. അതിലൊക്കെ പത്രങ്ങളിൽ വന്ന പരമ്പരകളിൽ എന്താ, CPMനും RSSനും ഫണ്ട് കൊടുക്കണ മുസ്ലിങ്ങൾ വരെയുണ്ട്, ഒരു പാർട്ടിയിലും പെടാത്ത. അവരൊക്കെ എടുത്തുചാടിയിട്ടാണോ? ആരാ ഇവിടെ എടുത്തുചാടുന്നത്? പ്രതികരിക്കുമ്പോൾ അത് എടുത്തുചാട്ടം. നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്തുമാവാം. നിങ്ങൾ നിഷ്പക്ഷമായിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് കേൾക്കേണ്ടി ചിന്തിക്കുക. നാദാപുരത്ത് ഇപ്പൊ ഷിബു എന്ന് പറയുന്ന കാലിന്റെ അടിയിലെ ചോപ്പ് മാറാത്ത ഒരു 19 വയസ്സായ +2 കഴിഞ്ഞ ഒരു കുട്ടി നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ പോപ്പുലർ ഫണ്ടുകാരെ കൈകൊണ്ട SDPIക്കാരെ കൈകൊണ്ടാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതാ മുസ്ലിം തീവ്രവാദികൾ സമുദായത്തിന് ഭാരമാണ്, കാലിന്റെ അടിയിലെ ചോപ്പ് മാറാത്തൊരു കുട്ടിനെ കൊലപ്പെടുത്തിയിട്ട് സമുദായത്തിന്റെ കോടിക്കണക്കിന് ഉറുപ്പിക കൊള്ളയടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. എന്താ പറയാത്തത്? മുസ്ലിം ലീഗ് നടത്തിയ ഒരു കൊലപാതകത്തെ നിങ്ങൾക്ക് ന്യായീകരിക്കാം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ചില മാറാപ്പുകൾ പേറി നടക്കുകയാണ്. നിഷ്പക്ഷമായി സമൂഹത്തിനെയും സമുദായത്തെയും സേവിക്കുന്ന ഞങ്ങളെപ്പോലത്തെ ആളുകൾക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. സത്യമെന്ന് ബോധ്യപ്പെട്ടത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അത് എടുത്തുചാട്ടോ വൈകാരികമോ ഒന്നുമല്ല. നിങ്ങൾ തിരിച്ചറിയാതെ പോണ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം, മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം. മുസ്ലിം ലീഗിന് ചരിത്രത്തിൽ ഇത്ര വലിയ ശക്തി കിട്ടിയിട്ടുണ്ടോ? മുസ്ലിം ലീഗ് ഏത് ഘട്ടത്തിൽ 92ന്റെ ശേഷം എന്താ മുസ്ലിം ലീഗ്? അള്ളാഹുവിന്റെ വഖഫ് ഭൂമിയിലുള്ള ഒരു പള്ളിയുടെ അടിക്കല്ല് ദീനിന്റെ ശത്രുക്കള് ഇന്ത്യയുടെ ഭരണകൂടം മുഴുവൻ നോക്കി നിൽക്കുക. ഏതെങ്കിലും ഒരു ദിവസം ബോംബ് വെച്ചിട്ട് രാത്രി ബാബരി മസ്ജിദ് തകർത്തതല്ല, മുഴുവൻ ഭരണകൂടങ്ങളും നോക്കി നിൽക്കെ ബാബരി മസ്ജിദിന്റെ അടിക്കല്ല് വരെ മാന്തിക്കൊണ്ടേ. എന്തായിരുന്നു വഖഫ് ഭൂമിയിൽ നിന്ന വഖഫ് സ്വത്തിനെ കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താ? അത് ഈ ഭരണ മൗലവിക്കറിയോ? മുസ്ലിം ലീഗ് എന്ത് നിലപാടായാലും സ്വീകരിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ സമസ്തയെ പോലുള്ള ഒരു പണ്ഡിത സംഘത്തെ മുസ്ലിം ലീഗിന്റെ ഈ ആലയിലേക്ക് എത്തിക്കരുത്. സമസ്ത വേറെ, മുസ്ലിം ലീഗ് വേറെ. സമസ്തയിലെ മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാര് ഇന്ന് ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ പോയി വന്നിട്ട് എന്താ സുപ്രഭാതത്തിലുണ്ടല്ലോ രമേശ് ചെന്നിത്തലക്ക് വിട്ടൊരു തുറന്ന കത്ത്. എന്താ തുറന്ന കത്ത് വിടാൻ കാരണം? അവർക്കൊക്കെ അവിടുത്തെ വിഷമം നേരിട്ട് മനസ്സിലായതുകൊണ്ടാണ്. പിന്നെ സുഡാപ്പി എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ സുഡാപ്പി ഇത് 5-ാം തീയതി മുതൽ കേരളത്തിലെ നാഷണൽ ഹൈവേകൾ പിക്കറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആ കൊള്ള ചെയ്ത മുതൽ മുഴുവൻ തിരിച്ചേൽപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കാതെ പോണ ഒരുപാട് സംഗതികൾ. മുസ്ലിം ലീഗിനെ ന്യായീകരിക്കലാണ് നിങ്ങളുടെ
നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, എന്ത് കാരന്തൂരികൾ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? ആരായാലും നിങ്ങൾ ഒരുമിച്ചിരുത്തിയിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തീർക്കണ്ടേ? ഫാത്തിഹന്റെ അർത്ഥം അറിയാത്ത ഈ സമുദായത്തിലെ സാധാരണക്കാരടിക്ക് തമ്മ് തല്ലിയിട്ട് ഏറ്റുമുട്ടുക, എന്നിട്ട് അപ്പുറത്തുള്ള പണ്ഡിതനെ കുറിച്ച് കദ്ഗഫർ ആരോപിക്കുക, എന്നിട്ട് ഇപ്പുറത്തുനിന്ന് ഇത് കേട്ടിട്ട് മറ്റുള്ളവർ ചിരിക്കുക. ആർക്കതിൽ സുഹൃത്ത ലാഭം? ഏതാണ് ഐക്യം? ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിരുന്നു എന്ന് വാദോരാതെ പ്രസംഗിക്കുന്ന നിങ്ങളെപ്പോലത്തെ ആളുകൾ എന്താണ് സ്വന്തം മുസ്ലിം സഹോദരൻ ഗ്രൂപ്പ് മാറിയതിന്റെ പേരിൽ അവനെ കടിപിടി കൂടാൻ നടക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റവന്റെ മയ്യത്ത് ഇട്ട് വരുമ്പോൾ പള്ളി പൂട്ടിയിട്ട് ഓടുന്നത്? ഇതിലൊക്കെ ഇസ്ലാമിലൂടെ മാതൃക. ഇസ്ലാമും സുന്നത്തൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ആൾ കമന്റ് വിട്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതിലൊക്കെ ഇസ്ലാമിലൂടെ മാതൃക നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മൂല്യര് അയൽവാസിയായ ഒരാൾ AP ഉസ്താദിനെ അംഗീകരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ അംഗീകരിക്കുന്നുണ്ട്, അയാളോട് കല്യാണം പറയോ? പിന്നെ എന്താ നിങ്ങൾ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതെ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പൊള്ളാന്? മുസ്ലിം ലീഗിനെ വിമർശിക്കും. മുസ്ലിം ലീഗിനെ ആരും തകർക്കല്ല. മുസ്ലിം ലീഗ് സ്വയം നശിക്കുകയായിരുന്നു. കാരണം മദ്രാസിലെ ദയാമൻസിലിൽ നിന്ന് തന്റെ താടിരോമത്തിന്റെ വിശുദ്ധിയുമായി കടന്നുവന്ന് ഇന്ത്യ രാജ്യത്തുണ്ടായ ഒരു വിഭജനത്തിന്റെ ഘട്ടത്തിൽ ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ കുത്തുബും വലിയുമായിരുന്ന മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരുന്നത്. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ഇത്തരം ആളുകൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരുന്നത് എന്തിനായിരുന്നു? കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനും സുഖലോലുപന്മാരായി കാറിൽ നടക്കാനോ, AC കാറിൽ നടക്കാനായിരുന്നോ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയിരുന്നത്? CH മുഹമ്മദ് കോയ സാഹിബ് ഒരു വാചകം പറഞ്ഞിട്ട് നിങ്ങൾക്കറിയോ, ബഹറിൽ മുസല്ല ഇട്ട് നിസ്കരിച്ചാലും RSSകാരനെ വിശ്വസിക്കരുത്. എന്താ ആ RSSകാരനെ സ്റ്റേജ് കയറ്റിയിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുക, എന്നിട്ട് പറയാം മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണമെന്ന്? ഒരുത്തണ്ടല്ലോ KM ഷാജി, ഇന്നിവിടെ കാണുന്നില്ലല്ലോ. വയനാട്ടില് RSSകാരനായ പള്ളിയാറ രാമന്റെ ശിക്ഷത്വം സ്വീകരിച്ച് കേരളത്തില് പൊതുപ്രവർത്തനം ഇറങ്ങിയിട്ടുള്ള KM ഷാജി. എന്താ KM ഷാജിയുടെ നിലപാട്? എന്താ PK ഫിറോസിന്റെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? വാട്സപ്പിൽ അദ്ദേഹം വിട്ടല്ലോ, ഈ ഹൈന്ദവ സഹോദരന്മാർക്ക് ബാങ്ക് വിളി പോലും ഭയങ്കര അരാജകത്വം സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് യൂത്ത് ലീഗുകാരനായ PK ഫിറോസ്. എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? അത് മുസ്ലിം ലീഗിന് യാതൊരു ലജ്ജയും കൂടാതെ ന്യായീകരിക്കുക, എന്നിട്ട് പറയാം പണ്ഡിതന്മാരെ ചീത്ത. പണ്ഡിതന്മാരെയൊക്കെ നന്നായിട്ട് അംഗീകരിക്കുന്ന ആളുകളാണ്. ഏതാ പണ്ഡിതൻ നിങ്ങൾക്കറിയോ? CH ഐദ്രോസ് മുസ്ലിയാരൊക്കെ കണ്ടു വളർന്നോലെ ഞങ്ങൾ. ആരായിരുന്നു മഹാനായ CH ഐദ്രോസ് മുസ്ലിയാർ? ഒരു ദിവസം വാഴ് കഴിഞ്ഞിട്ട് പാതിരാക്ക് വണ്ടി കിട്ടായിട്ട് ഹൗലിന്റെ കരയിൽ വന്ന് കിടന്നപ്പോ മുഅദ്ദിൻ രാത്രിയിൽ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് വന്ന സമയത്ത് ഐദ്രോസ് മുസ്ലിയാരെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെന്തേ എന്നെ വിളിക്കാഞ്ഞില്ല? അന്ന് അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഐദ്രോസ് മുസ്ലിയാരൊന്നുമില്ലല്ലോ, ഖബർ പോയി കിടക്കേണ്ടതല്ലേ? ആ മഹാന്മാരൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സംഗതി നിങ്ങളുടെ താല്പര്യത്തിന്, ആമാശയത്തിന്റെ താല്പര്യത്തിനാക്കി മാറ്റുക. എന്നിട്ട് അതിനെ വിമർശിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ പാടില്ല. മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തി, ഏത് മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തിയാണ് മുസ്ലിം ലീഗിനെന്ന് അവകാശപ്പെടാനുള്ളത്? ആരാ മുസ്ലിം ലീഗിന്റെ കൂടെ ഉള്ളത്? സുപ്രഭാതം പത്രത്തിന് ഏറ്റവും കൂടുതൽ ഇന്ന് പാര വെക്കുന്നത് ആരാണ് മുസ്ലിയാരെ? നിങ്ങൾ പറഞ്ഞല്ലോ, നൌഷാദ് ബാക്കവിനെ വിമർശിച്ചു നിങ്ങൾ. സുപ്രഭാതം പത്രത്തിന് ഏറ്റവും കൂടുതൽ പാര വെക്കുന്നത് യൂത്ത് ലീഗിന്റെ ചില മുജാഹിദ് പ്രവർത്തകരാണ്. ചന്ദ്രിക പോയി അവിടെ സലഫികൾ ഇപ്പൊ ഇറങ്ങിയിട്ട് പറയാം സുപ്രഭാതം ഇടാൻ പാടില്ല എന്ന്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നിട്ട് നിങ്ങൾ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ കളിക്കുന്നത്? ഏതാണ് മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഭാഗത്തെയാണ് നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്? എന്നിട്ട് മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം. എന്തിന്? ചരിത്രത്തിലെ ഏറ്റവും വലിയ അവസ്ഥയിലാണ് മുസ്ലിം ലീഗ് നിൽക്കുന്നത്. എന്താ അവിടുത്തെ സ്ത്രീകൾ വിളിച്ചു പറഞ്ഞപ്പോ നാദാപുരത്തുനിന്ന് പോലീസ് പറഞ്ഞത്? നിങ്ങൾ തുടങ്ങിയതല്ലേ അനുഭവിച്ചുകൊള്ളൂന്ന്. ഏത് പോലീസ്? പൗഡർ കുട്ടപ്പൻ രമേശ് ചെന്നിത്തലയെ താങ്ങി നിർത്തുന്നതാരാ? PK കുഞ്ഞാലിക്കുട്ടി, MK മുനീർ, മഞ്ഞളാംകുഴി അലി. ആരാ മഞ്ഞളാംകുഴി അലി? നിങ്ങൾക്കറിയില്ല? ചരിത്രത്തിൽ ആദ്യമായിട്ട് കള്ളിന്റെ കാര്യത്തിൽ പോലും മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു നിലപാട്, കള്ള് നിരോധിക്കണം എന്ന കാര്യത്തിൽ പോലും മുസ്ലിം ലീഗിന് എടുക്കാൻ കഴിയില്ല. ജിഹാദ് ചെയ്തുണ്ടാക്കിയ 5ാം മന്ത്രിയാണ് മഞ്ഞളാംകുഴി അലി. ഈ 5 മന്ത്രിമാര് കേരളത്തിലുള്ളപ്പോഴാ രാവിലെ 8 മണിക്ക് തുടങ്ങിയ കൊള്ള വൈകുന്നേരം 4-5 മണി വരെ നിർബാധം തുടർന്നത്. എന്താ ഉണ്ടായി? പിടിക്കാൻ കഴിഞ്ഞോ? പോലീസ് ഇടപെട്ടോ? ഇതിന് സുഡാപ്പിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് എന്താ കാര്യം? പിന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന ആരാ? ജാർഖണ്ഡിൽ നിന്ന് വന്ന എത്തീം കുട്ടികള്. കേരളത്തിൽ പോപ്പുലർ ഫണ്ട് എത്ര എത്തിങ്ങാൻ നടത്തുന്നുണ്ട്? SDPക്കാർ എത്ര, സുഡാപ്പി എത്ര എത്തിങ്ങാൻ നടത്തുന്നുണ്ട് കേരളത്തില്?
എന്താണ് മനുഷ്യക്കടത്ത്, എന്താ മനുഷ്യക്കടത്ത്, അതിന്റെ പേരിൽ വരുന്ന കുട്ടികളെ അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്നു, എന്തായിരുന്നു വിവാദം?